നമസ്കാരം. ഏതെങ്കിലും കമ്പനിയുടെ സിം വാങ്ങി ഉപയോഗം തുടങ്ങി കഴിയുമ്പോഴാകും അവർക്ക് തങ്ങളുടെ പ്രദേശത്ത് കാര്യമായ നെറ്റ്വർക്ക് കവറേജ് ലഭ്യമല്ല എന്ന ഉപയോക്താവ് അറിയുന്നത്. ഇത് പലപ്പോഴും ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടാകുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കാനും ടെലികോം സേവനങ്ങൾ കൂടുതൽ സുതാര്യമായി ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുമായി ടെലികോം കമ്പനികൾ തങ്ങളുടെ 2G, 3G, 4G അല്ലെങ്കിൽ 5G നെറ്റ്വർക്കുകൾക്കായി ജിയോ സ്പേഷ്യൽ കവറേജ് മാപ്പുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടെലികോം കമ്പനികൾ തങ്ങളുടെ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഈ കവറേജ് മാപ്പ് പ്രദർശിപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. 2024 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ടെലികോം കമ്പനികൾക്കായുള്ള പുതുക്കിയ ക്വാളിറ്റി ഓഫ് സർവീസ് റെഗുലേഷന്റെ ഭാഗമായാണ് ഈ പുതിയ ഉത്തരവ് ട്രായ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വയർലെസ് വോയിസ്, ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാകുന്ന മേഖലകൾ ഈ മാപ്പുകളിൽ ടെലികോം കമ്പനികൾ കാണിക്കണം. ഓരോ നെറ്റ്വർക്ക് ലഭ്യതയും വിവരിക്കുന്നതിനായി മാപ്പിൽ വിവിധ കളറുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ മാപ്പിൽ സിഗ്നലിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നത് അടക്കമുള്ള വിവരങ്ങളും ഉണ്ടായിരിക്കണം. കൂടാതെ മാപ്പ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഉപയോക്താക്കൾക്ക് ടെലികോം കമ്പനികളുടെ വെബ്സൈറ്റ് ഹോം പേജുകളിൽ വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയും വിധമായിരിക്കണം മാപ്പ് നൽകേണ്ടതെന്നും നിർദ്ദേശത്തിലുണ്ട്. നെറ്റ്വർക്ക് കവറേജ് പരിധി നിർവചിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ സിഗ്നൽ സ്ട്രെങ്ത്തിന് ഉൾപ്പെടെ വ്യക്തമായ മാനദണ്ഡം ട്രായ് നൽകിയിട്ടുണ്ട്. മാപ്പിൽ നൽകുന്ന വിവരങ്ങൾ യഥാർത്ഥ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഒരു ഉപയോക്താവിന് സിം എടുക്കും മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്റെ പ്രദേശത്ത് ആ കമ്പനിയുടെ സേവനം എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ മാപ്പ് സഹായിക്കും. ഇപ്പോൾ തങ്ങളുടെ പ്രദേശത്ത് കവറേജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഏതെങ്കിലും കമ്പനിയുടെ ഉപയോക്താവായി മാറിയ ശേഷം കവറേജ് ഇല്ല എന്ന പരാതിയുമായി കമ്പനിയുടെ പുറകെ നടക്കേണ്ട അവസ്ഥയാണ്. ഇത് മാറ്റാനും ടെലികോം സേവനങ്ങൾ കൂടുതൽ നിലവാരത്തോടെ ലഭ്യമാകാൻ കമ്പനികളെ പ്രേരിപ്പിക്കാനും ട്രായുടെ പുതിയ നിർദ്ദേശം സഹായകമാകുമെന്നാണ് കരുതുന്നത്. ഉപയോക്താക്കൾക്ക് വളരെ എളുപ്പം കണ്ടെത്താൻ കഴിയും വിധമായിരിക്കണം ടെലികോം കമ്പനികൾ തങ്ങളുടെ സൈറ്റിൽ ഈ ജിയോ സ്പേഷ്യൽ കവറേജ് മാപ്പുകൾ നൽകേണ്ടത്. മാപ്പ് പരിശോധിക്കാൻ മാത്രമല്ല, മാപ്പിനെ പറ്റി അഭിപ്രായങ്ങൾ അറിയിക്കാനും അതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് തോന്നിയാൽ അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള ഓപ്ഷനുകളും ടെലികോം കമ്പനികൾ ഉറപ്പാക്കുമെന്ന് ട്രായ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ സമയത്ത് ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണക്കിലെടുക്കണം. ആവശ്യമെങ്കിൽ കവറേജ് മാപ്പുകൾ അടുത്ത സൈക്കിളിൽ പരിഷ്കരിക്കാമെന്നാണ് ട്രായ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. കാര്യങ്ങൾ സുതാര്യമാകുന്നതോടെ മികച്ച സേവനങ്ങൾ നൽകാൻ കമ്പനികൾ തയ്യാറാകേണ്ടി വരും. ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ, BSNL എന്നീ ടെലികോം കമ്പനികൾക്കിടയിൽ മത്സരവും ശക്തമാണ്. ഇത് അടിസ്ഥാനപരമായി വയർലെസ് വോയിസ്, ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ നിലവാരം ഉയർത്തുകയും ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യും. വരിക്കാർ നഷ്ടമാകാതിരിക്കാൻ നെറ്റ്വർക്ക് കവറേജ് സംബന്ധിച്ച പരാതികൾക്ക് അടിയന്തര നടപടി സ്വീകരിക്കാൻ കമ്പനികളെ പ്രേരിപ്പിക്കാനും ഈ നടപടി കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത്.